ഹലോ ഗെയ്സ്, നമുക്കൊന്ന് കുളിക്കാൻ വേണ്ടി അമ്മാരി വീട് ഒന്ന് പോയിട്ട് വന്നല്ലോ. അപ്പം കുളിക്കാൻ പറ്റില്ല, നമുക്ക് അമ്മായി ഒന്ന് കാണും വേണം. കാരണം വെച്ചാൽ അവിടെ വെള്ളം കയറി കുറേ നാളെ വരാൻ പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും സമയം സന്ദർഭമൊക്കെ ഒത്തു വന്ന് ഇപ്പോഴാണ്. ചേച്ചി എറണാകുളത്താണ്, ചേച്ചിക്ക് ലീവ് കിട്ടണം. അതിന് കിട്ടി പ്ലാൻ ഇട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് സെറ്റായിട്ടാണ് പോണത്. അപ്പോൾ അതേ ഞങ്ങൾ പോണ വഴി ഇരിഞ്ഞാലക്കുടിയാണ്. പക്ഷേ അതിൽ കൂടെ പോകാൻ പറ്റില്ല, റോഡ് പണിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയാണ് പോണത്, ആറാട്ടുപുഴ കൂടി. അപ്പോൾ ഇതാണ് ഗെയ്സ് ആറാട്ടുപുഴ അമ്പലം കേട്ടോ. നല്ല രസമുണ്ട്, അവിടെ അങ്ങനെ വെള്ളം കയറി കിടക്കണതാണ്. അപ്പോൾ അത് ലാസ്റ്റ് അമ്മായിയുടെ എത്തി. ഇത് അമ്മായി വീട്ടിലേക്ക് പോകണം വഴിയാട്ടോ, കുറച്ചാണ് നടക്കാനുണ്ട്. ഇത് അവിടുത്തെ അമ്പലമാണ്, തെരുവീത്തെ അമ്പലം എന്ന് പറയും. പിന്നെ ഇത് പോണ വഴിക്ക് നിറയെ വെള്ളം കേട്ടോ, നിറയെ വെള്ളം എന്ന് പറഞ്ഞാൽ നിറയെ വെള്ളമുണ്ട്. അപ്പുറത്ത് വന്നൊക്കെ ഒഴുകി വരാൻ തോന്നുന്നുണ്ട്, അറിയില്ല. നിറച്ച് വെള്ളമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ കട. ഇവിടെ കയറി ഞങ്ങൾക്കൊന്നും എന്തെങ്കിലും മേടിച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മാരി വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറിയില്ല, ഒരു തൃപ്തി ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കയറി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. നീ വീട്ടിലോട്ട് പോകാം, അമ്മാരി വീട്ടിലോട്ട്. അപ്പോൾ പോണ വഴിക്ക് നിറയെ വെള്ളമായിരുന്നു. നമ്മുടെ വഴികാട്ടി ആരാ? എൻ്റെ ഉണ്ണി ഇതാ വഴി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാറായത് താഴെയില്ലെന്ന് അറിയില്ലല്ലോ, അപ്പുറം ഇപ്പുറം തോടാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ഥലം നോക്കണം, വെള്ളം ഇല്ലാത്ത സ്ഥലം. എന്താ നമ്മുടെ കാറ് കുട്ടനെ പാർക്ക് ചെയ്യണം. അങ്ങനെ പാർക്ക് ചെയ്ത് അമ്മാരി വീട്ടിലേക്ക് കുറച്ച് നടന്നു കൂട്ടാം. മുറ്റത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട്, ഇറക്കായതുകൊണ്ട് വെള്ളമില്ലാത്ത ഏറ്റവും നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അമ്മാരി വീട്ടിൽ 2 ദിവസമായിട്ടുള്ള പൂച്ചൂടി പ്രസവിച്ചിട്ട്. അപ്പോൾ അതിനെടുത്ത് കൊഞ്ചിക്കുകയാണ് അമ്മായി മോളും. അപ്പോൾ ഇവർ കുളിക്കാൻ പോകണം, അതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ കുളിക്കാൻ പോവണ്ട മക്കളെ എന്ന് പറയണം, കാരണം വഴുക്കലൊക്കെയാണെന്ന് പറയണം. അപ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നിറയെ വെള്ളം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കാൻ കേട്ടോ. സുരക്ഷ നമ്മൾ ഉറപ്പ് വരുത്തണല്ലോ, സുരക്ഷ മുഖ്യം ബീലി. അങ്ങനെ ആ സുരക്ഷയ്ക്ക് ഇപ്പോൾ പോവും, നിങ്ങൾ കണ്ടോ. അങ്ങനെ ഈ വെള്ളം കണ്ടപ്പോൾ ഞെട്ടി, ഒരാൾ മുങ്ങി പോകാനുള്ള വെള്ളമുണ്ട്. അങ്ങനെ അവരുടെ സാഹസ്യമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മായി അവരൊക്കെ അമ്മയൊക്കെ വന്ന് ഇതുവരെ ഓക്കെയാണ് കേസ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടോ, പണി കിട്ടി. അപ്പോഴേ പറഞ്ഞത് അവർ പോവണ്ടെന്ന്. വഴിക്ക് വീണ് കാലും കൈയൊക്കെ പൊട്ടി വേദന വിലക്കിക്കാട്ടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി.